കേരളത്തിൽ വിവിധ ചാനലുകളിലായി നിരവധി റിയാലിറ്റി ഷോകൾ നടക്കുന്നുണ്ട്. അടുത്തിടെയായി സീരിയലുകൾക്ക് ലഭിക്കുന്നതിനേക്കാൾ കാഴ്ചക്കാരെ റിയാലിറ്റി ഷോകൾക്ക് ലഭിക്കുന്നുമുണ്ട്. സംഗീതം, നൃത്തം, അറിവ്, ഗെയിംസ്, കോമഡി എന്നിവയുമായി ബന്ധപ്പെട്ടാണ് ഏറെയും റിയാലിറ്റി ഷോകൾ. റിയാലിറ്റി ഷോകളുടെ ഭാഗമായ ശേഷം സിനിമയിലേക്കും സീരിയലിലേക്കും അവസരം ലഭിച്ചവരും നിരവധിയാണ്. അതുകൊണ്ട് തന്നെയാണ് തങ്ങളുടെ ഉള്ളിലെ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ടെലിവിഷനിൽ അവസരം കിട്ടുമ്പോൾ ആളുകൾ അത് പ്രയോജനപ്പെടുത്തുന്നതും. കേരളത്തിലെ ഭൂരിഭാഗം ആളുകളും സിനിമയും സീരിയലും സ്വപ്നം കാണുന്നവരുമാണ്. എന്നാൽ ആളുകളുടെ ഇത്തരം ആഗ്രഹങ്ങൾ റിയാലിറ്റി ഷോകൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ചൂഷണം ചെയ്യുന്നുണ്ടോ? ഇപ്പോഴിതാ കേരളത്തിൽ ഏറെ പ്രചാരമുള്ള ഒരു TV ഷോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയ്ക്ക് കാരണമാവുകയും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയുമാണ്. ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന റിയാലിറ്റി ഷോയെക്കുറിച്ച് അറിയാത്തവർ ചുരുക്കമാണ്. സോഷ്യൽ മീഡിയയും ടെലിവിഷനും ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും പ്രിയപ്പെട്ട ടാലന്റ് ഷോയാണിത്. സ്റ്റാൻഡപ്പ്, സ്കിറ്റുകൾ എന്നിവ അവതരിപ്പിക്കാൻ താല്പര്യപ്പെടുന്നവർക്കുള്ളതാണ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന ഷോ. സ്റ്റാൻഡപ്പുകൾ അല്ലെങ്കിൽ സ്കിറ്റുകൾ, ഇവയിൽ ഏത് അവതരിപ്പിച്ചാലും അതിന് വിധികർത്താക്കൾ നൽകുന്ന പ്രതികരണത്തിനനുസരിച്ചായിരിക്കും സമ്മാനം. ചില മാനദണ്ഡങ്ങൾക്കനുസരിച്ച് പണമാണ് സമ്മാനമായി നൽകുന്നത്. വേദിയിൽ വെച്ച് തന്നെ ഡമ്മി മണി ഉപയോഗിച്ച് പങ്കെടുത്ത വ്യക്തിക്ക് സമ്മാനം നൽകിയതായി കാണിക്കും. ശേഷം അക്കൗണ്ടിലേക്ക് ഷോയുടെ അണിയറ പ്രവർത്തകർ ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കും. എന്നാൽ കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച സ്കിറ്റിന് ലഭിച്ച സമ്മാനം പോലും ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരിയിൽ പങ്കെടുത്ത പല മത്സരാർത്ഥികൾക്കും ലഭിച്ചിട്ടില്ലത്രേ. വിഷയവുമായി ബന്ധപ്പെട്ട് ഷോയിൽ മത്സരാർത്ഥിയായ ഒരാൾ താൻ പറ്റിക്കപ്പെട്ടുവെന്ന് പറഞ്ഞ് രംഗത്ത് എത്തിയതോടെയാണ് റിയാലിറ്റി ഷോകൾക്ക് പിന്നിൽ നടക്കുന്ന പിന്നാമ്പുറ കളികൾ ചർച്ചയായത്. ഒക്ടോബറിലാണ് ഞാൻ സ്കിറ്റ് ചെയ്തത്. ഇപ്പോൾ 7 മാസമായി. അവരുടെ എഗ്രിമെന്റ് പ്രകാരം സ്കിറ്റ് ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് 90 ദിവസത്തിനകം സമ്മാനത്തുക കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 120 ദിവസം വരും. 2 തവണയായി എനിക്ക് 30,000 രൂപയാണ് കിട്ടാനുള്ളത്. DYSP ഓഫീസിൽ പരാതി നൽകി. പൈസ വരാതിരുന്നപ്പോൾ പലതവണ ചാനലിനെ സമീപിച്ചിരുന്നു. കൃത്യമായ പ്രതികരണം വരാതെയായതോടെയാണ് പോലീസിൽ പരാതി നൽകിയത്. പോലീസ് ചാനലുമായി ബന്ധപ്പെട്ടു. അതോടെ ഉടനെ ചെക്ക് തന്നു എന്നാണ് പരാതിക്കാരനായ മത്സരാർത്ഥി പറഞ്ഞത്. വിഷയത്തിൽ പ്രതികരിച്ച് ബിഗ് ബോസ് താരവും യൂട്യൂബറുമായ സായി കൃഷ്ണ രംഗത്തെത്തിയിരുന്നു. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന പരിപാടിയൊക്കെ ചില ചാനലുകാർ കാണിക്കുമെന്ന് സായി കൃഷ്ണ പറയുന്നു. ക്രെഡിബിലിറ്റി പ്രേക്ഷകർക്കിടയിൽ നല്ല രീതിയിൽ ഉണ്ടായിരുന്ന ഷോയാണ് ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി. ഇപ്പോൾ ആളുകൾ പരാതിയുമായി രംഗത്തെത്താൻ കാരണം സൊസൈറ്റിയിൽ നിന്നും നിരന്തരമായി സമ്മാനത്തുകയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പരിഹാസങ്ങളും വരാൻ തുടങ്ങിയതോടെയാണ്. പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന പരിപാടിയൊക്കെ ചില ചാനലുകാർ കാണിക്കും. പറഞ്ഞ പണമൊന്നും അക്കൗണ്ടിൽ വരില്ല. ഇത്തരം ഷോകളിൽ പെർഫോം ചെയ്താൽ ഫെയിം കിട്ടുമെന്നും അല്ലാതെ പറഞ്ഞ പേയ്മെന്റ് എല്ലാവർക്കും ലഭിക്കുമെന്നത് ചുരുക്കമാണെന്നും സായി കൃഷ്ണ കൂട്ടിച്ചേർത്തു.